ഗുഡ് മോർണിംഗ്. ഞാൻ ദീപ. ഇന്ന് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ് സീരീസിന്റെ 5ാമത്തെ വീഡിയോ ആണ്. ഇന്നത്തെ ദിവസം 23 ഡിസംബർ. ഇനി ഒരു ദിവസം കൂടെ കഴിഞ്ഞാൽ ക്രിസ്മസ് ആയി. ആനി ഹായ് പറഞ്ഞേ. അപ്പൊ ഇന്ന് ഇവിടെ ബിജു ഇല്ലാന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ ബിജുവിന് വൈകിട്ടേ വരത്തുള്ളൂ. അപ്പൊ ഇന്ന് എനിക്ക് രാവിലെ അമ്മയുടെ ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഇൻഷുറൻസിന്റെ കാര്യത്തിനായിട്ട് ഹോസ്പിറ്റൽ വരെ പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇവരെ രണ്ടുപേരെ ഇവിടെ ഇരുത്തിച്ച് പോകാൻ പറ്റത്തില്ല. സോ ആനീനെ കൊണ്ട് വീട്ടിൽ വിടണം, അമ്മയുടെ അവിടെ വിടണം. പിന്നെ അന്നേനെയും കൂട്ടിയിട്ട് അന്ന എന്തായാലും അവിടെ നിൽക്കുന്നില്ല, എൻ്റെ കൂടെ കറങ്ങാനും തെണ്ടാനുമായിട്ട് വരികയാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് അന്നേനെയും കൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകും. അത് കഴിഞ്ഞ് എവിടെയെങ്കിലും പോകുമെന്നുള്ളത് എനിക്കറിയത്തില്ല. ആരി എംബ്രോയിഡറി പഠിക്കണമെന്നുണ്ട്, തന്നെ പഠിക്കണം, എവിടെയും പോയി പഠിക്കുന്ന കാര്യമല്ല. അപ്പോൾ ആരി നീഡിൽ പണ്ട് ഞാൻ ഒരെണ്ണം വാങ്ങിച്ചു വെച്ചത് എൻ്റെ കയ്യിൽ നിന്ന് കളഞ്ഞു പോയി. അപ്പോൾ പറ്റുമെങ്കിൽ അതൊരെണ്ണം വാങ്ങിക്കണം. പിന്നെ എനിക്ക് കുറച്ച് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അത് ഒരു കറങ്ങണമെന്നുണ്ട്, നടക്കുമോയെന്ന് അറിയത്തില്ല. പിന്നെന്താണ്, വൈകിട്ട് നമുക്ക് പള്ളിയിൽ പോകാനുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇന്ന് ചെയ്യാനുള്ളത്. പിന്നെ ഒരു ചെറിയ സന്തോഷം കൂടെ ഉണ്ട്. ചെറിയൊരു എനിക്ക് സന്തോഷം തോന്നിയൊരു കാര്യമുണ്ട്, അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അതൊക്കെ ഞാൻ പോയിട്ട് വന്നിട്ട് ഷെയർ ചെയ്യാം. റെഡിയത് പറഞ്ഞോളേ. പിന്നെ ഇപ്പം സമയം 10:30 ഞാൻ രാവിലെ എണീറ്റിട്ട്, ഇന്നലെ രാത്രി നമുക്ക് ഉറങ്ങാനൊന്നും പറ്റിയില്ല. ആനി ഭയങ്കര ബഹളമായിരുന്നു. ഒരു 1:30 ആയിട്ടാണ് ഉറങ്ങിയത്. പിന്നെ ഞാൻ പെട്ടെന്ന് അലാറം വെച്ച ആ ഒരു ഇതിൽ രാവിലെ 6 മണിക്ക് തന്നെ എണീറ്റിങ് പോന്നു. അത് കഴിഞ്ഞ് ഞാനിവിടെ വീട് താഴത്തെ നില ഫുള്ള് ക്ലീൻ ചെയ്തു. അന്ന താഴത്തെ നില ഫുള്ള് ക്ലീൻ ചെയ്തു, എല്ലാം തുടച്ചു. ഇനി മാളത്തെ നിലയുണ്ട്, അത് പിന്നെ അവിടെ കിടക്കട്ടെ, അപ്പം അതൊക്കെ ചെയ്യാം. പിന്നെ അപ്പം അത്രയേ ഉള്ളൂ. ഇപ്പം ഞങ്ങൾ ഇറങ്ങാൻ പോകണേ, 10:30 സമയം. അപ്പോൾ ബാക്കി നമുക്ക് വന്നിട്ട് കാണാം. ഞാനിതേ സെറ്റ് ചെയ്ത ക്രിസ്മസ് ട്രീന്ന് എല്ലാം ഊരി പെറുക്കി മാറ്റി വയ്ക്കുക. കണ്ടോ, ഇത്രയേ ഉള്ളൂ. കണ്ടോ, സാധനം കിട്ടിയായിരുന്നു, ഒരു ബെല്ലും ഒരു ബോളും. അതിന് ഞാൻ ഇവിടെ വെച്ച് അമ്മേന്റെ എംബ്രോയിഡറി നൂല് വെച്ച് ഞാൻ കെട്ടി ഇവിടെ ഇട്ടേ. അത് ഇളക്കി കളഞ്ഞായിരിക്കും. ആനി എന്തോ കാണിക്കുന്നേ? തിരിച്ചു വെച്ചേ, എല്ലാം കെട്ടി വെച്ചേ. രണ്ട് മണിയായി. ഞങ്ങള് എവിടെയൊക്കെ പോയി? നോവൽറ്റി, രാമേന്ദ്രൻ, പ്രിസൈസ്, പിന്നെ നമ്മുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിന്റെ കാര്യാലയം, PWD ഓഫീസ്. കുറേ കറക്കമുണ്ടായിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട് നമ്മളെ കാണാൻ? കണ്ണോട്ടന്മാരെ പോലെ ഇല്ലേ? എന്തിനാണ് ഇത് വാങ്ങിച്ചപ്പോള്? ഇത് നമ്മള് നട്ടുച്ചയ്ക്കാണ് പോയത്. ഭയങ്കര വെയിൽ കേട്ടോ, ഭയങ്കര വെയിലായിട്ട്. എനിക്ക് ഒരു കൂളിംഗ് ഗ്ലാസ് ഉണ്ടായിരുന്നു, അത് പൊട്ടിപ്പോയേ. അത് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരെല്ലാം കളിയാക്കും. എന്നാലും നമുക്ക് കണ്ണിന് ഭയങ്കര ഒരു കുളിർമയാണ് ഈ നട്ടുച്ച സമയത്ത്. ബൈക്കിലായാലും കാറിലായാലും അല്ലേ, അന്നയ്ക്ക് തീരെ സഹിക്കാൻ വയ്യ. ഭയങ്കര വെയിൽ, കണ്ണൊക്കെ പൊളിഞ്ഞു പോകുന്നു. അങ്ങനെ ആയപ്പോഴത്തേക്കും അന്നക്കുട്ടി ഞാനും കൂടെ പോയിട്ട് 2 കൂളിംഗ് ഗ്ലാസ് വാങ്ങിച്ചു. എത്ര രൂപയാണെന്നറിയാം? 75 രൂപ. 75 രൂപയുടെ ഒരു കൂളിംഗ് ഗ്ലാസ് ആണത് കേട്ടോ. അപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ 2 മണി ഞങ്ങള് ഇതുവരെ കഴിച്ചില്ല. ഞങ്ങളൊരു ഓറഞ്ച് ജ്യൂസിൻ്റെയും സമോസയുടെയും പച്ചയിലാണ് നിൽക്കുന്നത്. നമ്മളിനി ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഫുഡൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ സമയം 2:50. അപ്പോൾ ഞാൻ രാവിലെ പറഞ്ഞല്ലോ, അമ്മയുടെ ഇൻഷുറൻസിൻ്റെ കുറച്ച് കാര്യത്തിനായിട്ട് ഹോസ്പിറ്റൽ വരെ പോകാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ ചെന്നപ്പോഴാണ് ചേച്ചി പറയുന്നത്, ഞാൻ കോൺട്രാക്ടർ ലൈസൻസ് എടുത്തിരുന്നു PWDയുടെ. പട്ടിയാണ് കുരയ്ക്കുന്നത്. അപ്പോൾ ഞാൻ PWDയുടെ കോൺട്രാക്ടർ ലൈസൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അത് നമുക്കതും കൊണ്ട് പോകാൻ പറ്റില്ല. കാരണം ഒഫീഷ്യൽസിൻ്റെ
ഈ മറ്റേ ചിറ്റമ്മ നയം എന്നൊക്കെ പറയുന്ന കണക്കത്തെ ഒരു വല്ലാത്ത പരിപാടിയാണ് ഒഫീഷ്യൽസിൻ്റെ. അപ്പം നമ്മളെത്ര നന്നായിട്ട് ചെയ്താലും അതിനകത്ത് കൈക്കൂലിയും കാര്യങ്ങളും പിന്നെ റീവർക്കും ഒക്കെ ചെയ്യിപ്പിക്കും. അപ്പം നമുക്കതങ്ങോട്ട് ദഹിക്കത്തില്ല. പിന്നെ നമ്മൾ കാശ് അങ്ങോട്ട് ഇട്ടിട്ടാണ് പണി ചെയ്യുന്നത്. പണിയെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ബില്ലിന് ഇവരുടെ പുറകെ നടക്കേണ്ടി വരും. പിന്നെ അതിന് പണി എടുക്കുന്നതിന് മുന്നേ വയ്ക്കുന്ന സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആണെങ്കിലും പണി തീർന്ന് ബില്ലും കിട്ടി, പിന്നെ 6 മാസം കഴിഞ്ഞാലും കിട്ടത്തില്ല. അപ്പം അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മളത് മടുത്തു. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 50,000 രൂപ ഇടുവാണെങ്കിൽ 1.5 ലക്ഷം രൂപ തിരിച്ചു കിട്ടും. അതാണ് അതിൻ്റെ ഒരു എന്താണ്, ആ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. അതിന് മാത്രം ലാഭം നമുക്ക് അതിനകത്ത് കിട്ടും. അത് നേരെ ചൊവ്വ ചെയ്താലും അത്രയും കിട്ടും. അപ്പോൾ പിന്നെ ഉടായ്പ കാണിച്ചു കഴിഞ്ഞാൽ പറയണ്ടല്ലോ. പൈസ ഇഷ്ടം പോലെ കിട്ടും, പക്ഷെ പൈസ മൊത്തം നമുക്കിങ്ങനെ പലിശ ഇനത്തിൽ പോകും. കാരണം നമ്മളിപ്പോൾ കടമെടുത്ത് ചെയ്യുവാന്ന് ഇതുകൊണ്ട് വലിയ പ്രയോജനമില്ല. അപ്പം ഞാൻ തന്നെ അതൊരു 3 വർക്കോളം ഞാൻ എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഞാനത് നിർത്തി. അപ്പോൾ കുറേ നാളത് ഞാൻ കൈ വെച്ചോണ്ടിരുന്നു. ലൈസൻസ് അച്ചാച്ചി തന്നെ പോയിട്ട് റിന്യൂ ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു എനിക്കിനി വേണ്ട. അപ്പം ഞാൻ അതിന് 50,000 രൂപയാണ് കെട്ടി വെച്ചിരുന്നത്. എപ്പോഴാണ്, ഒരു 5-6 വർഷം, 5 അല്ല, അതിന് മുന്നേ. അപ്പം ഞാൻ പറഞ്ഞു അച്ചാച്ചി എനിക്ക് പൈസയുടെ ആവശ്യമുണ്ട്, അതിങ്ങ് നമുക്ക് റിലീസ് ചെയ്ത് കിട്ടാൻ എന്തെങ്കിലും പരിപാടി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അച്ചാച്ചി പറഞ്ഞു ഇനിയിപ്പം നമുക്ക് റിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഞാൻ പണിയെടുക്കാത്തടത്തോളം ഇനി റിന്യൂ ചെയ്യാൻ ചെന്ന് കഴിഞ്ഞാൽ അവർ സമ്മതിക്കില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ക്യാൻസൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കഴിഞ്ഞ 6 മാസം മുന്നേ കൊണ്ടുപോയി ക്യാൻസലേഷൻ റിക്വസ്റ്റ് കൊടുത്തായിരുന്നു. അപ്പോൾ ഈ 24-ന്, അതായത് നാളെ, ഇന്നിപ്പോൾ 23-ആണ്. അപ്പോൾ നാളെ ആകുമ്പോഴത്തേക്കും 6 മാസം തികയാണ്. അപ്പോൾ 6 മാസം ഇവർ അന്വേഷിക്കും ഞാൻ ഈ ലൈസൻസും വെച്ചിട്ട് എന്തെങ്കിലും ഉടായ്പ പരിപാടികൾ കാണിച്ചിട്ടുണ്ടോയെന്ന് ഓൾമോസ്റ്റ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും അവർ അന്വേഷിക്കും. അപ്പോൾ അങ്ങനെ അന്വേഷിച്ച് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അവരെനിക്ക് എൻ്റെ സെക്യൂരിറ്റി റിലീസ് ചെയ്ത് തരും. അപ്പോൾ അങ്ങനെ നാളെ കഴിയുമ്പോൾ എനിക്ക് സെക്യൂരിറ്റി റിലീസ് ചെയ്ത് തരണം. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ അച്ചാച്ചി പറഞ്ഞു എൻ്റെ ഡേറ്റായി. ഞാൻ തന്നെ മറന്നിരിക്കുമായിരുന്നു. അച്ചാച്ചി നല്ല ഓർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അച്ചാച്ചി പറഞ്ഞിട്ട് ഡേറ്റായി, നമ്മൾ സമയത്തിന് ചെന്നില്ലെങ്കിൽ നമുക്ക് അവരത് തരില്ല. അവർ പറയും വന്നിട്ട് നിങ്ങൾ മേടിച്ചില്ല അതുകൊണ്ട് അതങ്ങ് പോയെന്ന് പറയും. അപ്പം അങ്ങനെയൊക്കെ നടക്കുന്നതുകൊണ്ട് നമ്മൾ കൃത്യസമയത്ത് ചെല്ലണമെന്ന് പറഞ്ഞിട്ട് എന്നെയും കൂട്ടി അച്ചാച്ചി ഇന്നിപ്പം അങ്ങോട്ടേക്ക് പോയി. അപ്പം ഞങ്ങൾ രാവിലെ ചെന്നോടനെ ആദ്യം പോയത് അങ്ങോട്ടേക്കാണ്. PWDയുടെ ഓഫീസ് എന്ന് പറയുന്നത് ഇവിടെ PMG അവിടെ തന്നെയാണ്. ഞാൻ പോകുന്ന പ്രിസൈസ് എന്ന് പറയുന്ന ഹോസ്പിറ്റലിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ്. അപ്പം ഞാൻ ആദ്യം അവിടെ കയറി. അവിടെ ചെന്ന് കഴിഞ്ഞ് ഓരോ ഡെസ്കിലും ഓരോരുത്തർ ഇങ്ങനെ കാത്തുകെട്ടി നിൽപ്പുണ്ട്. ചുവപ്പ് നാട എന്നൊക്കെ കേട്ടിട്ടുണ്ട്, അതുപോലെ അവിടെ നിൽപ്പുണ്ട്. അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ ഇങ്ങനെ എൻ്റെ റിലീസ് ചെയ്യാൻ സമയമായപ്പോൾ പറഞ്ഞു ഇനിയും ഒരു റിക്വസ്റ്റ് എഴുതി തരണം, എൻ്റെ ക്യാൻസലേഷൻ്റെ സമയം 6 മാസം കഴിഞ്ഞു, അപ്പോൾ ഇനി ക്യാൻസൽ ചെയ്ത് റിലീസ് ചെയ്ത് തരണമെന്ന് പറഞ്ഞ് ഒരു ലെറ്റർ എഴുതണമെന്ന് പറഞ്ഞു. പിന്നെ അവിടെ ഇരുന്ന് ലെറ്റർ എഴുതി അവിടെ കൊടുത്തു കഴിഞ്ഞപ്പോൾ 6-നെ എനിക്ക് കൊണ്ട് ഇൻഷ്യൽ ചെയ്യിപ്പിക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ഇൻഷ്യലൊക്കെ മേടിച്ച് ഇൻഷ്യലൊക്കെ ചെയ്ത് ഡെസ്കിൽ കൊടുത്തു. അപ്പോൾ അവർ പറയാണ് ഇനിയിപ്പോൾ ഒരു 5-6 ദിവസം കഴിഞ്ഞിട്ട് വന്നോളൂ. അപ്പം ഞാൻ പറഞ്ഞു അപ്പോൾ ഇനി ജനുവരി വന്നാൽ കുഴപ്പമുണ്ടോ? ഇല്ല, ജനുവരി വന്നാൽ മതി, വന്നിട്ട് ഒന്നും കൂടെ. ഇനിയിപ്പം എത്ര നാൾ നടന്നാലാണ് കിട്ടുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ആ ഒരു സ്ഥലത്ത് വലിയ പ്രശ്നം ഞാൻ കണ്ടിട്ടില്ല. PWD ലൈസൻസ് എടുത്തിട്ട് ഞാൻ BSNL-ലാണ് വർക്ക് എടുത്തത്. കാരണം PWD-യിൽ വർക്ക് എടുക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് നടക്കില്ല. അതിന് മാത്രം ആൾക്കാരുടെ ബഹളമാണ് അവിടെ. അപ്പം അത് നടക്കില്ല. നമുക്ക് അങ്ങനെ നിൽക്കാനുള്ളൊരു ഇതുമില്ല. നമുക്ക് അത്രയും അങ്ങോട്ട് പറയാൻ പറ്റില്ല. അതാണ് അവിടുത്തെ ഒരു സ്ഥിതി. അപ്പം ഞാൻ ആദ്യം അവിടെ പോയി. അപ്പോൾ അന്ന ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയപ്പോഴാണ് എനിക്ക് ഒരു ഹെൽമെറ്റ് വാങ്ങിച്ചേക്കാം. ഹെൽമെറ്റ് വാങ്ങിച്ചില്ല ഇതുവരെ, കാരണം അവളുടെ ഭാഗത്തിന് ഇതുവരെ കിട്ടിയില്ല. നമ്മൾ ആദ്യം അന്വേഷിക്കാൻ പോയില്ല. പിന്നെ ഇപ്പോൾ എല്ലാവർക്കും ഹെൽമെറ്റ് ഉണ്ട്. അപ്പോൾ അന്നയ്ക്കൊരു ഹെൽമെറ്റ് തപ്പണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ തകരപ്പറമ്പ് അല്ലെങ്കിൽ രാമേന്ദ്രൻ, ആ സൈഡിൽ രാമേന്ദ്രനിൽ അങ്ങനെ തപ്പാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങോട്ട് പോയത്. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഹെൽമെറ്റ് ഇല്ല. പിന്നെ ഞങ്ങൾ കൂളിംഗ് ഗ്ലാസ് അതിനകത്ത് നിന്ന് കൂളിംഗ് ഗ്ലാസ് മേടിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ ആ ഫ്ലോറിൽ കൂടി ഇങ്ങനെ അവിടെ എനിക്കൊന്ന് ബ്ലൗസ് പീസൊക്കെ മുറിച്ച് വാങ്ങിക്കുന്ന ആ ഒരു ഫ്ലോറാണ്. അതിൻ്റെ 2ാമത്തെ നിലയിൽ ഷർട്ടിങ്ങിൻ്റെ തുണിയൊക്കെ വിൽക്കുന്നൊരു കടയുണ്ട്, വിൽക്കുന്നൊരു ഫ്ലോറുണ്ട്. അവിടെയാണ് ഈ ഹെൽമെറ്റും ഉള്ളത്. അപ്പോൾ ആ ഹെൽമെറ്റൊക്കെ തപ്പിക്കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ കറങ്ങി നോക്കിയപ്പോൾ അവിടെ ഷർട്ടിങ്ങിൻ്റെ അവിടെ നല്ല വെള്ള തുണി ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇപ്പോൾ ബാപ്റ്റിസം സെറ്റ് തയ്ക്കാനായിട്ട് വെള്ള തുണിയാണ് ആവശ്യം. അപ്പോൾ ആൾക്കാർ വെള്ളത്തുണി ചോദിക്കുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ പോത്തീസിലോട്ടാണ് പോകുന്നത്.
പക്ഷെ പോത്തീസിൽ ആ ലൈറ്റിൽ നമ്മൾ വെള്ള തുണി നോക്കിക്കഴിഞ്ഞാൽ വെള്ളയാണോ ക്രീമാണോ ഓഫ് വൈറ്റ് ആണോ ഒന്നും മനസ്സിലാവത്തില്ല. പിന്നെ നല്ല വെള്ളം എടുത്താൽ പോലും ചിലപ്പോൾ 200 രൂപയൊക്കെ ആയിരിക്കും. എങ്കിൽ പോലും അതിനൊരു ഞാൻ വീട്ടിൽ കൊണ്ടുവന്നു കഴിയുമ്പോൾ അതിനൊരു ഭംഗി കാണത്തില്ല. അപ്പോൾ ഇപ്പം എന്നാ ഞാൻ പോകുന്ന വഴിക്കൊക്കെ നല്ല വെള്ള തുണി ഉണ്ടെങ്കിൽ ഞാൻ അഡ്വാൻസ് ആയിട്ട് അതങ്ങ് മേടിച്ച് വെച്ചേക്കും. വെറുതെ പോയിട്ട് പിന്നെ ഓരോ പ്രാവശ്യവും പോകണ്ടല്ലോ. അപ്പം അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് എനിക്ക് നല്ല വെള്ള തുണി ഷർട്ടിങ്ങിൻ്റെ ആണേ. അതായത് നോർമൽ നമ്മൾ തുണി എടുക്കുമ്പോൾ അതിൻ്റെ വീതി എന്ന് പറയുന്നത് 44 ഇഞ്ചാണ് വീതി. ഇതിന് 58 ഇഞ്ച് വീതിയാണ്. ഇതൊരു ഷർട്ടിങ്ങിൻ്റെ ഒരു മടക്ക് ഒരു സൈഡാണ്, പിന്നെ 2 സൈഡുണ്ട്. അപ്പം ഇത് ഇത്രയും 58 ഇത് ഇത്രയല്ല, ഇതിൻ്റെ ഇരട്ടിയുണ്ട്. അപ്പം ഇത് 3 മീറ്റർ വീതം ഞാൻ വാങ്ങിച്ചു. ഇത് ലിനനാണ് ഈ തുണി. നല്ല തുണി കേട്ടോ, നല്ല തുണി. ഇപ്പം ലിനൻ തന്നെ കൂടിയും കുറഞ്ഞുമുണ്ട്. 500 രൂപ 600 രൂപയുടെ ഉണ്ട്. അപ്പോൾ ഞാൻ നോക്കിയിട്ട് തൽക്കാലം, കാരണം 500 600 മീറ്ററിന് 500-600 രൂപ ലിനൻ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തയ്ച്ചു കൊടുക്കുമ്പോൾ ആരും വാങ്ങിക്കില്ല. കാരണം അതിന് മാത്രം തുണി എടുത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആരും മേടിച്ചെന്ന് വരത്തില്ല. അപ്പം ഞാനിത് 300 രൂപയാണ് മീറ്ററിന് 300 രൂപയാണ്. പക്ഷെ ലിനൻ എന്ന് പറഞ്ഞ് സ്പെക്ക് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് പറ്റിയ രീതിയിൽ ഞാനിത് എടുത്ത് വെച്ചതാണ്. കണ്ടോ, നല്ല സോഫ്റ്റ് മെറ്റീരിയലാണേ. അപ്പോൾ അത് വാങ്ങിച്ചു. പിന്നെ പ്യോർ വൈറ്റ് അല്ലാണ്ട് പ്യോർ കോട്ടൺ, അതിനകത്ത് മിക്സ് ഒന്നുമില്ല, പ്യോർ കോട്ടൺ. ഇത് ഏതാണ്ട് 180, ഇത് 100 രൂപ അടുപ്പിച്ച് വരും കേട്ടോ. അപ്പോൾ ഈ പ്യോർ കോട്ടൺ നല്ല സുഖമാണ് കേട്ടോ. പക്ഷെ ഞാൻ ഇതിനകത്ത് ലൈനിങ് കൂടെ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഇത് 2 മടക്കായിട്ട് വെച്ചൊക്കെ കൊടുക്കും. അതൊക്കെ ഓരോ ഒരു ബഡ്ജറ്റ് പറയുന്നതനുസരിച്ച് ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കും. അപ്പം ഞാൻ അങ്ങനെ 2 തുണി വാങ്ങിച്ചു. പിന്നെ അവിടെ ഈ സിൽക്കിൻ്റെ മെറ്റീരിയൽ ഇരിക്കുന്നുണ്ട്. സിൽക്കിൻ്റെ മെറ്റീരിയൽ ഷർട്ടിങ്ങിൻ്റെ അവിടെ തന്നെ സിൽക്കിൻ്റെ മെറ്റീരിയൽ ഇരിക്കുന്നുണ്ടോ. അപ്പോൾ അത് ഞാനൊരു 4 മീറ്റർ വാങ്ങിച്ചു. നല്ല വീതി ഉണ്ടല്ലോ. അപ്പോൾ വീതി ഉള്ളപ്പോൾ ഞാൻ വിചാരിച്ചു ഇതാണ് സംഭവം. ഒരു ആഷ് കളറും അല്ല ബ്ലൂ അല്ല, അതുപോലത്തെ ഒരു ഷെയ്ഡ്. എന്നിട്ട് ഇതിനകം കണ്ടോ ഇതിങ്ങനെ കണ്ടോ. അതായത് ഇന്നലത്തെ വീഡിയോയിൽ, നമ്മുടെ ക്രിസ്മസ് ക്രിബ് ചെയ്യുന്ന വീഡിയോയിൽ ആനിക്കുട്ടി ഇട്ടിരുന്ന നീല കളർ ഫ്രോക്ക് ഉണ്ടല്ലോ, ആ ഫ്രോക്കിൻ്റെ മെറ്റീരിയലിൻ്റെ അത് റോ കോട്ടൺ ആണ്. അതിലും കുറച്ചും കൂടെ കട്ടിയുള്ള തുണിയാണ്, ഒരു സിൽക്ക് മെറ്റീരിയൽ. ഇതുപോലത്തെ ഷർട്ട് ഇപ്പം കാണാമല്ലോ, അതാണ് സാധനം. അപ്പം അതൊരു 4 മീറ്റർ വാങ്ങിച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിന് വില 180. എവിടെ പോയി 140. ഇത് എനിക്കും ഫ്രോക്ക് തയ്ക്കാമെന്ന് വിചാരിച്ച് ഞാൻ വാങ്ങിച്ചാണ്. എന്ത് തയ്ക്കുന്ന എനിക്കറിയത്തില്ല, നോക്കാം. അപ്പം അതൊരു തുണി വാങ്ങിച്ചു. പിന്നെ ഇതും അതുപോലെ തന്നെ സിൽക്കല്ല, വേറെ എന്തോ ഒരു ഫാബ്രിക്കാണ്. അത് കുറച്ചും കൂടെ ഷൈനിങ് ഒക്കെ ഉള്ള ഈ ഒരു കളറ് നമ്മുടെ റോംബർ തയ്ക്കാൻ, ബാപ്റ്റിസം സെറ്റിൻ്റെ റോംബർ തയ്ക്കാൻ ഭയങ്കര റെയർ ആയിട്ടൊരു സംഭവമാണ്. അങ്ങനെ നമുക്ക് ഒന്നെങ്കിൽ അത് നമുക്ക് സാറ്റിനിലേക്ക് കിട്ടത്തുള്ളൂ. ഇതിപ്പോൾ ഇച്ചിരി ഗ്ലേസിങ് ആയിട്ട് ഷർട്ടിങ്ങിൻ്റെ സ്ഥലത്തു നിന്ന് തന്നെ ഒരു 1/2 മീറ്റർ മുറിച്ച് വാങ്ങിച്ചു. അല്ല ഇതും കൊള്ളാം. പക്ഷെ ഇത് 200 രൂപയാണ് മീറ്ററിന്. അപ്പം അങ്ങനെ അത്രയും സാധനം അവിടുന്ന് വാങ്ങിച്ച്. പിന്നെ അതിന് മുന്നേ ഞങ്ങൾ ജ്യൂസും അടിച്ച് കയറിയത്, അതുകൊണ്ട് ഇച്ചിരി നേരമൊക്കെ പിടിച്ചിരുന്നു. പക്ഷെ ഇവിടെ എത്തിയപ്പോഴത്തേക്കും നമ്മൾ തളർന്നു. കാരണം അതിനും മാത്രം വെയിൽ, ഭയങ്കര വെയിലെന്ന് പറഞ്ഞാൽ കണ്ണിങ്ങനെ പൊട്ടിപ്പോവും, അതുപോലത്തെ വെയിൽ. ഞാൻ ഏതാണ്ട് ഇപ്പം ഡൗൺ ആവും, 3:30 ആയ സമയം. കണ്ണൊക്കെ ഇങ്ങനെ താന്ന് വരുന്നു, ഈ വെയിലടിച്ച് പോയതിൻ്റെയാണേ. അപ്പം ഞാനൊന്ന് കിടന്ന് ഉറങ്ങിയൊരു 20 മിനിറ്റ്സ് പവർ നാപ്പ്. ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഡേ ഇൻ മൈ ലൈഫിൽ പറയുന്നുണ്ടായിരുന്നു 20 മിനിറ്റ്സ് പവർ നാപ്പ്. അതെടുത്ത് കഴിയുമ്പോൾ ഈ ഒരു മുഖമായിരിക്കത്തില്ല, കുറച്ചും കൂടെ ഒന്ന് ബ്രൈറ്റ് ആവും. ഇപ്പം എൻ്റെ കണ്ണൊക്കെ താന്നിരിക്കുക, ഞാനിപ്പോൾ ഉറങ്ങിപ്പോകും. അപ്പം അന്നമ്മ വന്നിട്ട് ടിവിയുടെ ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ട്. അവൾ ഇങ്ങനെയൊക്കെ ഇരുന്ന് കുറച്ച് നേരം കഴിയുമ്പോൾ തലവേനയാണെന്ന് നോക്കും. ഞാൻ പറഞ്ഞാലും അവൾ കേൾക്കത്തില്ല. എപ്പോഴും
ഇത് തന്നെയാണ്. പുറത്തൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞ് ടിവിയുടെ മുന്നിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ അവൾക്ക് തലവേദന എടുക്കും. അത് പറഞ്ഞാൽ അവൾ കേൾക്കൂല. നല്ല അനുസരണയുള്ള കൊച്ചാ. അപ്പം അവൾ പഠിക്കട്ടെ അല്ലേ? പറഞ്ഞാൽ എന്താണ് കിട്ടുമ്പോൾ പഠിച്ചോളൂന്ന് അല്ലേ? അതാണ്, കിട്ടുമ്പോൾ പഠിച്ചോളും. അതുകൊണ്ട് ഞാൻ ഉറങ്ങാൻ പോവാ. കാരണം എനിക്കിനി വൈകിട്ട് നമുക്ക് എന്താണ് മാനസാന്തരത്തിൻ്റെ പാതയിലേക്ക് പോകണം. കുമ്പസാരിക്കണം. ക്രിസ്മസിന് ഒന്ന് കുമ്പസാരിക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഇത് വൈകിട്ട് 6 തൊട്ട് 8 മണി വരെ ലൂർദ് പള്ളിയിലുണ്ട്. ഇന്നും നാളെ ആണോ അതോ ഇന്നലെ ഇന്നും ആയിരുന്നോ എന്ന് അറിയത്തില്ല. എന്തായാലും ഇന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പേ കുറച്ച് കാര്യങ്ങൾക്ക് കൂടെ ഒന്നും കൂടെ ഹോസ്പിറ്റൽ വരെ പോകാനുണ്ട്. അത് പോകണം. പിന്നെ കുമ്പസാരിക്കണം. എന്നിട്ട് നേരെ തിരിച്ച് ആനീനെയും കൂട്ടി തിരിച്ചു വരണം. അത്രയേ ഉള്ളൂ ഇന്നത്തെ പരിപാടി. ഇന്നിപ്പോൾ എന്തെങ്കിലുമൊക്കെ തയ്ക്കണം എന്നൊക്കെ വിചാരിച്ചാൽ നടക്കില്ല. ഇനി മാളത്തെ മുറിയൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട്. അതും ഇപ്പം ഞാനൊന്ന് മാറ്റി വെച്ചേക്കുവാണ്. ഇനി നമ്മുടെ ബാംഗ്ലൂർ പോക്കിൻ്റെ കാര്യമൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പം 2 പേർക്ക് നല്ല രീതിയിൽ ചുമയും ഇതുമുണ്ട്. അപ്പം ചിലപ്പോൾ അത് ഡ്രോപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, അറിയത്തില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാൻ ഉറങ്ങട്ടെ. അത് കഴിഞ്ഞ് വൈകിട്ട് നമുക്ക് പള്ളിയിൽ പോകാം. അപ്പോൾ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞു. ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. നട്ടുച്ചയ്ക്ക് പോയതിൻ്റെ ക്ഷീണം ഇപ്പോഴും ഉണ്ട്. അപ്പം നമ്മളിപ്പം 6 മണി കഴിഞ്ഞു. ഞങ്ങൾ പള്ളിയിലോട്ട് പോവാണ്. എന്തിനടി പള്ളിയിൽ പോകുന്നത്? കുമ്പസാരിക്കാൻ പള്ളിയിൽ പോവാണേ. അപ്പോൾ ഇനി ബാക്കി അവിടെ പോയിട്ട് ബാക്കിയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ആരി നീഡിൽ വാങ്ങിക്കണമെന്നേ. ആരി നീഡിൽ ഇവിടെ നിന്നും ഇനിയിപ്പോൾ ഞാൻ ചാല വരെ പോയാലേ കിട്ടത്തുള്ളൂ. ആരി നീഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്നത് ക്രോഷ്യ നീഡിലാണ്. അതിപ്പോൾ തന്നെ പഠിക്കാനാണ്. ഇഷ്ടംപോലെ ചാനൽസ് അത് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇച്ചിരി ഒരു ക്ഷമയും കൂടെ ഉണ്ടെങ്കിൽ തന്നെ പഠിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ അത് ഓൺലൈൻ ഓർഡർ ചെയ്തു. വരട്ടെ, സംഭവം വരട്ടെ. അത് വരാൻ എന്തായാലും ഒരു 30-ാം തീയതി കഴിയും. അപ്പോൾ അത് വന്നിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നോക്കാം. പഠിക്കാൻ പറ്റുവാണെങ്കിൽ നല്ലതല്ലേ അല്ലേ? അപ്പം ഞങ്ങൾ പോട്ടെ. പോയിട്ട് ബാക്കി കാര്യം അപ്പോൾ പറയാം. ഇങ്ങ് വാ. ഇപ്പം സമയം 8:30 ആയേ. 8:30 കഴിഞ്ഞു. ഞാനിപ്പോഴും അച്ചാച്ചിയുടെയും അമ്മച്ചിയുടെയും വീട്ടിൽ നിൽക്കുക. നമ്മൾ കുമ്പസാരമൊക്കെ കഴിഞ്ഞെത്തി. അപ്പം ഞാൻ അച്ചാച്ചി ഉണ്ടാക്കിയ ക്രിസ്മസിൻ്റെ ക്രിബ് കാണിച്ചു തരാം. ആൾക്കാരെ ഒന്നും സെറ്റ് ചെയ്തില്ല. അവിടെ പള്ളി വെച്ച അതേ ക്രിബ് തന്നെയാണ്. കാണിച്ചു തരാം. അപ്പം ഇന്ന് പ്രത്യേകിച്ച് ഒന്നും ഇല്ലായിരുന്നു. ആകെ അലച്ചിലും ബഹളമായിരുന്നു. അപ്പോൾ ഞാൻ ഈ വ്ളോഗ് എൻഡ് ചെയ്യുകയാണ്. ഇനി അടുത്ത വ്ളോഗിൽ നമുക്ക് പിന്നെ കാണാം.